മൾട്ടിമീറ്ററിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇന്ന് ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സ് ചെയ്യുന്ന ടെക്നീഷ്യന്മാർക്ക് മൾട്ടിമീറ്റർ വളരെ അത്യാവശ്യമായിട്ട് ഉള്ള ഒരു ഉപകരണമാണ്. മൾട്ടിമീറ്ററിൽ ഇത് വി ഓംസ് MA എന്ന് എഴുതിയിട്ടുണ്ടാവും, ഒരു പോയിൻ്റ് ഉണ്ട്. കോമൺ എന്ന് എഴുതിയിട്ടുള്ള ഒരു പോയിൻ്റ് ഉണ്ട്. 10A DC എന്ന് എഴുതിയിട്ടുള്ള ഒരു പോയിൻ്റ് ഉണ്ട്. ഇതിനെക്കുറിച്ച് ലാസ്റ്റ് ഞാൻ പറയുന്നതായിരിക്കും. 10A DC കുറിച്ച് രണ്ട് വയറുണ്ടാവും, രണ്ട് ടെർമിനലിൽ. ഓക്കെ, ഒന്ന് ഗ്രീൻ, ഒന്ന് ബ്ലാക്കും ഒന്ന് റെഡും. ഓക്കെ, ഇത് വന്നിട്ട് വി എന്ന് എഴുതിയിട്ട് ഒരു കുത്തും ഒരു വരയും ഉണ്ടാവും. അത് DC വോൾട്ടേജാണ്. DC വോൾട്ടേജിൽ 2 വോൾട്ട്, 20 വോൾട്ട്, 200, 600 എന്നുള്ള ഒരു ഭാഗം ഉണ്ടാവും. ബാക്കി ആ വൈറ്റ് കളറിൽ കാണുന്നത് മൊത്തം DC സൈറ്റാണ്. ഓക്കെ, അതിൻ്റെ മുകളിലുള്ളത് ഓഫ്. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഈ അറ്റം മുതൽ ആ അറ്റം വൈറ്റ് കളറ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാനുള്ള റെസിസ്റ്റൻസ്, ഡയോഡുകൾ ചെക്ക് ചെയ്യാനാണ്. പിന്നെ കണ്ടിന്യൂറ്റി ഇതുണ്ട്, കണ്ടിന്യൂറ്റി ബീപ്പ് സൗണ്ട് വരുന്നതുണ്ട്. ഈ ഭാഗത്ത് AC വോൾട്ടേജാണ്. 600, 200 എന്ന് പറഞ്ഞിട്ട് AC വോൾട്ടേജ്. അത് വി എന്ന് എഴുതിയിട്ട് ഒരു ചെറുതായിട്ട് ഇങ്ങനെ വളഞ്ഞിട്ടുള്ള ഒരു വരയായിരിക്കും. അതിൻ്റെ അവിടെ നിന്ന് A എന്നിട്ടിട്ട് ഇവിടെ നിന്നുള്ളത് AC ആംബിയർ അളക്കാനുള്ളതാണ്. ഓക്കെ, AC ആംബിയർ അവിടെ നിന്ന് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ 10A കാണിക്കുന്നുണ്ട്, അത് DC ആംബിയർ വരെ. അത് കഴിഞ്ഞിട്ട് അത് ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ഉള്ള ഹോളാണ് അവിടെ വെച്ചിരിക്കുന്നത്. NPNും PNP ട്രാൻസിസ്റ്ററുകൾ അതിൽ ആ ഹോളിൽ നിന്ന് കുത്തിയാൽ മതി. അപ്പോൾ അത് കറക്റ്റ് അറിയാൻ പറ്റും. ഇത് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നു, ബീപ്പ് സൗണ്ടോട് വരുന്നു. ഇതെല്ലാം ഡയോഡ് സിസ്റ്റം. ആദ്യം നമ്മൾക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ റോട്ടറി സ്വിച്ച് കണ്ടിന്യൂറ്റി മോഡലിടാണ്. ഇപ്പോൾ കണ്ടിന്യൂറ്റി മോഡാണ്. ഇത് ബീപ്പ് സൗണ്ട് വരണം. ഇത് രണ്ട് വയർ, ഇതും നമ്മുടെ ബ്ലാക്കും റെഡും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ തന്നെ അവിടെ ബീപ്പ് സൗണ്ട് വന്ന് 00 വരണം. ആ 00 വരുമ്പോഴാണ് അത് നോർമൽ വർക്കിംഗ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതെന്ത് അത്യാവശ്യം നമ്മൾ വയറുകൾ എല്ലാം കണ്ടിന്യൂറ്റി ഉണ്ടോ എന്നറിയാൻ വേണ്ടി. ചിലപ്പോൾ ഇത് ലോങ് ഉള്ള വയറുകൾ ഇടയ്ക്ക് കട്ടാവും. അപ്പോൾ അത് എവിടെ കട്ടായി എന്ന് കണ്ടുപിടിക്കാനും മറ്റുമായിട്ട് ഉപയോഗിക്കുന്ന ഇതാണ് ഈ കണ്ടിന്യൂറ്റി മോഡ്. നമുക്കിപ്പോൾ ചെറിയൊരു വയർ പീസ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊരു വയറിൻ്റെ ഒരറ്റത്ത് ബ്ലാക്ക്, ഒരറ്റത്ത് റെഡ് വെച്ചു കൊടുക്കുമ്പോൾ അവിടെ കണ്ടിന്യൂറ്റി വന്നു, അവിടെ 00 വന്നു. അപ്പോൾ വയറിന് കുഴപ്പമില്ല എന്നർത്ഥം. 00 വന്നു. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം വരാം, അതിൻ്റെ അപ്പുറത്തെ പിന്നിലിട്ട എന്ത് സംഭവിക്കും നോക്കാം. കറക്റ്റായിട്ട് നമുക്ക് 00 വന്നാലേ കറക്റ്റ് ആ വയർ കണ്ടിന്യൂറ്റി ഉള്ളതായിട്ട് അറിയത്തുള്ളൂ. ഇതിൽ 00 വരില്ല, കണ്ടില്ലേ? 1.12 എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കും, 1.12. അപ്പോൾ വയറിന് എന്തോ ഡാമേജ് ഉണ്ടെന്ന് നമുക്ക് തോന്നും. പക്ഷേ അവിടെ എല്ലാം ഇട്ട് ചെക്ക് ചെയ്യേണ്ടത് ഈ കണ്ടിന്യൂറ്റി ഇതിലാണ് ഇടേണ്ടത്. ഈ ഭാഗമെല്ലാം റെസിസ്റ്റൻസിൻ്റെ ഭാഗമാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊരു റെസിസ്റ്റൻസ് എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യണമെന്നുള്ളത്. റെസിസ്റ്റൻസിൻ്റെ പിന്നിൽ വന്നിട്ട് 2M, 200K, 20K എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഈ 2M എന്ന് പറയുമ്പോൾ 2 മെഗാ ഹെർട്സ് അത് പറയുന്നത്. മെഗാ ഓംസ് അല്ലേ? മെഗാ ഓംസ് അതിലിട്ടപ്പോൾ 0.218 കാണിക്കുന്നത് മെഗാതിൽ. പിന്നെ ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വന്നിട്ട് അത്രയും വരുന്നുണ്ട്. നേരെ മറിച്ച് 200K ഇട്ട് കഴിഞ്ഞാൽ കാണിക്കത്തില്ല, കണ്ടിന്യൂറ്റി കാണിക്കത്തില്ല. കാരണം അതിനെക്കാട്ടിയും വലിയ റെസിസ്റ്റൻസാണിത്, കാണിക്കില്ല. ഇങ്ങനെ കണ്ടിട്ട് നമ്മൾ റെസിസ്റ്റൻസ് പോയി എന്ന് ഒരിക്കലും കണക്കാക്കാൻ പാടില്ല. അതിലൊന്നും ഇട്ടാൽ വർക്കാവില്ല, കാണിക്കില്ല, കണ്ടിന്യൂറ്റി കാണിക്കത്തില്ല. കാരണം ആ റെസിസ്റ്റൻസ് എന്ന് വന്നിട്ട് 230K, 230ൻ്റെ മേലെ പോയി. 200K വരെ അതിൽ കാണുമല്ലോ, കണ്ടില്ലേ? മെഗാ ഓംസിലിടുമ്പോൾ 200ന് മേലെ വരുന്നതെല്ലാം അത് 2M ഇട്ട് ചെക്ക് ചെയ്യണം, 2 മെഗാഹെർട്സ്. അതുപോലെ തന്നെ ഡയോഡ് ചെക്ക് ചെയ്യുമ്പോൾ ഡയോഡിന് റെഡ് സൈഡ് ഒരു 2 ഇതുണ്ട്. എല്ലാ ഡയോഡിൻ്റെ ഒരു സൈഡ് ഒരു സിൽവർ കളർ കട്ടിങ് ഉണ്ടാവും. അത് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കാണിച്ച് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ കഴിയില്ല, ഒന്ന് മിന്നിപ്പോവും. അപ്പോൾ ഡയോഡ്, അപ്പോൾ നമ്മൾ വിചാരിക്കും ഡയോഡ് പോയി എന്നുള്ള ഒരു ഡൗട്ട് വരും. പക്ഷെ അതിലെല്ലാം ഇട്ട് ചെക്ക് ചെയ്യേണ്ടത്, ഇവിടെയെല്ലാം നമ്മൾ ഡയോഡിൻ്റെ ഇത് ചെക്ക് ചെയ്യേണ്ടത് കാണിച്ചു തരാം. ഇത് കണ്ടുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല, കണ്ടില്ലേ? ഡയോഡ് പോയെന്നിരിക്കും.
അതിട്ടാലും അതിലിട്ട് കഴിഞ്ഞാൽ അതാണ് ഡയോഡിൻ്റെ സിമ്പിൾ. 563 ആണ് ആ ഡയോഡിൻ്റെ നമ്പർ, അതിൻ്റെ വാല്യൂ. അത് ഒരു സൈഡ് മാത്രമേ കാണിക്കത്തുള്ളൂ, ഒരു സൈഡ് കാണിക്കത്തില്ല. ഒരു സൈഡ് കാഥോഡും ഒരു സൈഡ് ആനോഡുമാണ്. അപ്പോൾ അത് നമ്മുടെ മൾട്ടിമീറ്ററിൽ കാനോഡ് സൈഡും ആനോഡ് സൈഡും ഉണ്ട്, ബ്ലാക്കും റെഡും. അതിൽ ഒരു സൈഡ് മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. അതാണ് ഡയോഡ് ചെക്ക് ചെയ്യേണ്ട ആ സിമ്പിൾ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾക്ക് AC വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ AC വോൾട്ടേജ് 600-ൽ ഇടണം. നമ്മൾ ലൈൻ വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും 600-ലിട്ട് ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. 200 എന്നെല്ലാം വളരെ കുറവാണല്ലേ, മുട്ടിക്കഴിയുമ്പോൾ 232 വന്നു. ഇത് 600-ൽ ഇടുന്നതാണ് വളരെ നല്ലത്. AC വോൾട്ടേജ് ചെക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ AC വോൾട്ടേജിൽ റെഡും ബ്ലാക്കും മാറിക്കഴിഞ്ഞാലും യാതൊന്നും സംഭവിക്കില്ല, എങ്ങോട്ട് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അതുപോലെയല്ല നമ്മൾ DC വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ. DC വോൾട്ടേജ് ചെക്ക് ചെയ്യാം. നമുക്കൊരു ട്രാൻസ്ഫോമറാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മുടെ ട്രാൻസ്ഫോമറിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ട് 12012 ട്രാൻസ്ഫോമറാണെന്ന് വെച്ചാൽ 12 വോൾട്ട് നമുക്ക് ഔട്ട്പുട്ട് വരണം. കണ്ടില്ലേ, 12012 ട്രാൻസ്ഫോമറാണ്. നമ്മളത് ഫിൽട്ടർ കപ്പാസിറ്റർ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതിൽ 2 വയറാണ്, ഒന്നും യെല്ലോ കളറും ഒന്നും ബ്ലൂ കളറും. ഇതിൽ രണ്ടെണ്ണത്തിൽ പിടിക്കുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് നമുക്ക് അറിയത്തില്ല. ഇത് ചെക്ക് ചെയ്യുമ്പോൾ -17-16 വരുന്നത്. മൈനസ് എന്ന് വെച്ചാൽ ഇപ്പം ലോഡ് ഇല്ലാത്തതുകൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ വയറുകളിൽ നെഗറ്റീവ് പോസിറ്റീവ് മാറിക്കഴിയുമ്പോഴാണ് അവിടെ മൈനസ് കാണിക്കുന്നത്. ഇപ്പോൾ കാണിക്കുന്നില്ല, ഇപ്പം ഒന്നും മൈനസും പ്ലസ്സൊന്നും കാണിക്കുന്നില്ല, +17. അപ്പോൾ ഇതിൽ നമ്മൾ ചുവപ്പ് വയർ ഏതിലാണ് വെച്ചിരിക്കുന്നത് ആ വയറാണ് പോസിറ്റീവ്, ബ്ലാക്ക് വെച്ചിരിക്കുന്നത് നെഗറ്റീവാണ്, കോമൺ വരുന്നത് നെഗറ്റീവാണ്. അത് മനസ്സിലാക്കാം. കാരണം കപ്പാസിറ്റർ നമ്മൾ വെച്ചതുകൊണ്ട്, ഫിൽറ്റർ വെച്ചിട്ട് നമ്മൾ ലോഡ് കൊടുക്കാത്തതുകൊണ്ടാണ് 17 കാണിക്കുന്നത്. ലോഡ് കൊടുക്കുമ്പോൾ 12 വോൾട്ട് തന്നെ കാണിക്കും, ഏത് സാധനമാണെങ്കിലും. ഇല്ല, മൈനസ് വെച്ചു, അത് നമ്മൾ കറക്റ്റ് പിടിക്കാത്തതുകൊണ്ടാണ് ഈ 19-20 കാണിക്കുന്നത്. അവിടെ മൈനസ് വന്നു. മൈനസ് വരുമ്പോൾ പറഞ്ഞാൽ നെഗറ്റീവ് പോസിറ്റീവ് നമ്മുടെ മൾട്ടിമീറ്ററിൽ വയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ വെച്ചത് തിരിച്ചാണ് വെച്ചിരിക്കുന്നത്, പക്ഷേ മീറ്ററിനൊന്നും സംഭവിക്കില്ല. ഇത് നമ്മൾ 200-ലിട്ടു. ഇനി നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ഈ V ohms MA എന്നുള്ളതിൽ നിന്ന് ഒരു വയർ മാത്രം കോമണിൽ അങ്ങനെ തന്നെ ഇരുന്നിട്ട് ആ റെഡ് വയർ മാത്രം മാറ്റിയിട്ട് 10 DCA-ലിട്ടു. ഇനി അതിൻ്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം. നമ്മൾ ആ 10 DCA-യിൽ നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ വയർ പിന്നാക്കി വെച്ചു. ഇപ്പോൾ ഒരു 9 വോൾട്ട് ബാറ്ററിയിൽ ഒരു ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഫാൻ വർക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കാം. ഫാൻ വർക്ക് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഫാൻ ഇതിന് താൽക്കാലികമായിട്ടുള്ള ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഫാൻ ആയതുകൊണ്ട് അത് ചെറിയൊരു ലൂസ് കോണ്ടാക്റ്റ് ഉണ്ട്, അതാണ്. ഫാൻ വർക്ക് ചെയ്തു. ഫാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 0.283 ആ ഒരു ആംബിയറാണ് വരുന്നത്. എന്ന് വെച്ചാൽ ആ ഫാൻ വർക്ക് ചെയ്യാൻ വേണ്ട ആംബിയറാണ് ഇത് കാണിക്കുന്നത്. അതാണ് ഈ പിന്നിൻ്റെ ഈ 3 പിന്നിലുള്ള മൂന്നാമത്തെ പിന്നിൻ്റെ ഉപയോഗം. അത് ഈ ആംബിയർ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ആംബിയർ ചെക്ക് ചെയ്യുമ്പോൾ ഈ